ഓക്കെ, സോ കഴിഞ്ഞ ദിവസം പറഞ്ഞ അവിടെ തന്നെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾമോസ്റ്റ് കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പറയാം. ഓക്കെ, അത് ഞാൻ ഗ്രൂപ്പിൽ ഇന്നലെ നമ്മൾ എൻ്റെ ഇതിനെ സൈഡിലുള്ള കേസും ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിപ്രീസിയേഷൻ്റെ കേസ് നമ്മൾ ഇവിടെ പറഞ്ഞ സമയത്താണ് നമ്മൾ എന്തായത് കഴിഞ്ഞ ദിവസം ക്ലാസ് എൻഡ് ആയത്. ഓക്കെ, സോ ഡിപ്രീസിയേഷൻ എങ്ങനെ കോർപ്പറേറ്റ് ടാക്സിൽ നമ്മൾ കാണിക്കണം എന്നുള്ള സൈഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നു. അതിൽ ആദ്യത്തെ കുറച്ച് ഈ ഒരു സൈഡൊക്കെ നമ്മൾ പറഞ്ഞു. ഞാൻ വീണ്ടും അത് പറയുന്നില്ല, നമ്മൾ ടൈം കുറേ പോകും. ഓക്കെ, ആൻഡ് നമ്മൾ മെയിൻ്റനൻസിന്റെ കേസ് എത്തിയപ്പോഴാണ് നമ്മൾ ഇന്നലെ ക്ലാസ് എൻഡ് ചെയ്തത്. അപ്പൊ ഞാൻ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റിന്റെ മെയിൻ്റനൻസ്. ഓക്കെ, ഇപ്പൊ ഏത് ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ടാക്സ് നമ്മൾ ഡിപ്രീസിയേഷൻ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ ഗ്രൂപ്പ് സെറ്റ് ചെയ്യുക. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ആ ഗ്രൂപ്പിന്റെ മെയിൻ്റനൻസ് ചാർജ് 4% മേലെ പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, അസറ്റ് ആയിട്ട് ക്യാപിറ്റലൈസ് ചെയ്യണം. 4% താഴെയാണെങ്കിലോ നമുക്ക് എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. അപ്പൊ അതാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, മെയിൻ്റനൻസ് കോസ്റ്റ് ഓഫ് ഗ്രൂപ്പ് എത്ര എന്നുള്ളതും അതിന്റെ 4% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പെൻസ് ആയിട്ട് കാണിക്കാം. 4% മേലെ പോകുന്നത് മെയിൻ്റനൻസ് എക്സ്പെൻസ് എക്സീഡിങ് 4% എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യും, ഈ ഗ്രൂപ്പിന്റെ വാല്യൂവിന്റെ കൂടെ കൂട്ടും, അതായത് അസറ്റിന്റെ കൂടെ ക്യാപിറ്റലൈസ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ഡിപ്രീസിയേഷൻ ഷെഡ്യൂളിനകത്തുള്ള കാര്യങ്ങൾ. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് മെയിൻ്റനൻസിന്റെ കേസും പ്ലസ് ഡിപ്രീസിയേഷന്റെ കേസും ഇതിനകത്താണ് എന്ത് ചെയ്യുക, ടോട്ടൽ എമൗണ്ട് എത്ര എന്നുള്ളത് ഇതിനകത്താണ് വരിക. ഓക്കെ, സോ ആ സൈഡ് അത് കഴിഞ്ഞ് കഴിഞ്ഞാല് പറയ്. 4%. അതാണ് ഈ ഡെഫേർഡ് ടാക്സ് ആയിട്ട് വരുന്നത്. ഡെഫേർഡ് ടാക്സിന്റെ ഒരു റീസൺ അതാണ്, എല്ലാ റീസണും പറയാൻ പറ്റില്ല, ഒരു റീസൺ. ഡെഫേർഡ് ടാക്സിന്റെ മെയിൻ്റനൻസ് മാത്രമല്ല റീസൺ. ഡെഫേർഡ് ടാക്സ് ആക്ച്വലി നമ്മൾ ടാക്സ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടും റീസൺ വരും ഡെഫേർഡ് ടാക്സ്. നമുക്ക് അക്കൗണ്ട്സിന്റെ സൈഡിൽ പറയുമ്പോൾ ഡെഫേർഡ് ടാക്സ് പറയാം. ഓക്കെ, പിന്നെ കോർപ്പറേറ്റ് ടാക്സിൽ പിന്നെ ഈ ഒരു രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ഇപ്പൊ നമ്മൾ ഇതാണ് പഠിച്ചത്. ആദ്യം നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഈ അഡ്ജസ്റ്റ്മെന്റ്സ്, പിന്നെ ഇപ്പൊ ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സും ഡിപ്രീസിയേഷനും അതുപോലെ തന്നെ റിപ്പയർ ആൻഡ് മെയിൻ്റനൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ്സും. ആൻഡ് ലാസ്റ്റ് ആണ് നമ്മുടെ ലോൺ ചാർജസ് എക്സീഡിങ് ലീഗൽ ത്രഷോൾഡ് എന്നുള്ള അഡ്ജസ്റ്റ്മെന്റ്സ്. അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ് എന്ത് ലോൺ ചാർജസ് എന്താണെന്നുള്ളത്. അതായത് എങ്ങനെ മെയിൻ്റനൻസ് ആണെങ്കിൽ സെക്കൻഡ് മെയിൻ്റനൻസ് എക്സ്പെൻസ് ആണ് അത്, അസറ്റിന്റെ ലൈഫ് കൂട്ടുന്നതല്ല, പ്യുവർ മെയിൻ്റനൻസ് എക്സ്പെൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. പ്യുവർ മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം. ഇങ്ങോട്ട് ക്യാപിറ്റലൈസ്, അതായത് ടാക്സിന് വേണ്ടി മാത്രം, ബുക്കിൽ എടുക്കത്തില്ല, ടാക്സിന് വേണ്ടി മാത്രം. അതെ, ടാക്സിന് വേണ്ടി മാത്രം. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, സോ അത് ആ സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ നാലാമത്തെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നാലാമത്തെ ലൈൻ ഐറ്റം എന്ന് പറഞ്ഞാൽ ലോൺ ചാർജസ് എക്സസ് ഓഫ് ലീഗൽ ത്രഷോൾഡ് ആണ്. അപ്പൊ ലോൺ ചാർജസ് റിലേറ്റഡ് തിൻ ക്യാപിറ്റലൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സബ്സിഡറി കമ്പനി അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവ് കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3:1 റേഷ്യോയിലാവണം, ഇക്വിറ്റിന്റെ ഇത്ര ശതമാനം എങ്കിലും പറ്റുള്ളൂ, അതായത് 3 മടങ്ങ് ഇക്വിറ്റി ഉണ്ടാവണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെ എക്സീഡ് ചെയ്യുന്ന ഏതെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലോണിന്റെ ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞതാണ്, ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പൊ ആ ഇൻട്രസ്റ്റ് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് കാര്യങ്ങൾ ആഡ് ബാക്ക് ചെയ്യാനുള്ളതാണ് ഈ ലാസ്റ്റ് ആഡ് ബാക്ക്, അതായത് ലോൺ ചാർജസ് ഇൻ എക്സസ് ഓഫ് ലീഗൽ ത്രഷോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അത്രയും ആഡ് ബാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ കോർപ്പറേറ്റ് ടാക്സിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മുടെ മൊത്തം നെറ്റ് പ്രോഫിറ്റിലേക്ക് എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ ഈ അഡ്ജസ്റ്റ്മെന്റ്സിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, നെറ്റ് പ്രോഫിറ്റ് എന്ന് വരുന്ന അഡീഷനും മൈനസ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത സമയത്ത് കുറെ ആഡ് ബാക്കുകളും മൈനസ് ഒക്കെ ചെയ്തിരുന്നത്, അത് പ്രാക്ടിക്കലി ചെയ്യുന്നത് ഈ നാലാമത്തെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ള ടാബിളിനകത്താണ്. ഓക്കെ, അത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് അടിക്കുന്നതോടുകൂടി നമ്മൾ അപ്പുറത്തെ ടാക്സ് ബേസിലേക്ക് പോകും. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് ബേസിലേക്ക് പോകും. ടാക്സ് ബേസിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുക, കോർപ്പറേറ്റ് ടാക്സിന്റെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ടാക്സബിൾ എമൗണ്ട് എത്രയാണ്, നമ്മളെ ബാലൻസ് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെയാണ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് കോർപ്പറേറ്റ് ടാക്സിനേക്ക് വേണ്ട ടാക്സബിൾ എമൗണ്ട് എത്രയാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കോർപ്പറേറ്റ് ടാക്സ് എത്രയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് ടാക്സ് ബേസ് എന്നുള്ള ഈ ഒരു ഷെഡ്യൂളിനകത്താണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അവിടെ നിന്ന് എടുത്തിട്ട്
അതിന്റെ അഡീഷൻസും ഡിഡക്ഷൻസും ഇവിടെ കാണുന്നുണ്ടാവും. അപ്പൊ അത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പൊ കണ്ടൻസ്ഡ് ഫോർമാറ്റിലായിരിക്കും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് വലുതാക്കി നോക്കാം. കണ്ടോ, അഡീഷൻസ് ആൻഡ് ഡിഡക്ഷൻസ്. ഇവിടെ 2 അഡീഷൻസും ഡിഡക്ഷൻസും ഉണ്ട്. നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യും, ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് ടാക്സിന് വേണ്ട പ്രോഫിറ്റ് ലോസ് ആഫ്റ്റർ അമെൻമെന്റ് കണ്ടോ, ഇവിടെ മേലെ കാണുന്നത് കോർപ്പറേറ്റ് ടാക്സ് നെറ്റ് CIT പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ അമെൻമെന്റ്. അത് വരുന്നത് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് കോളത്തിനകത്തിന് ശേഷം കിട്ടുന്ന അഡ്ജസ്റ്റ്മെന്റ്സിൽ ഏറ്റവും അവസാനം വരുന്ന എമൗണ്ട് കൊടുക്കുക എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരും. അതിലേക്ക് 2 ചെറിയ അഡ്ജസ്റ്റ്മെന്റ്സ് ഡിഡക്ഷൻസുമായി ബന്ധപ്പെട്ട 2 കാര്യങ്ങൾ കൂടി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. കോർപ്പറേറ്റ് ടാക്സിന്റെ ടാക്സ് ബേസുമായി ബന്ധപ്പെട്ട് 2 സൈഡ് ഇവിടെ ചെയ്യാം. അതിനുശേഷമാണ് എന്ത് ചെയ്യുക, ടാക്സബിൾ എമൗണ്ടിലേക്ക് വരിക. അതെന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്നുള്ളത് നമുക്ക് പറയാം. ഒന്ന് ജസ്റ്റ് ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ടാക്സബിൾ എമൗണ്ട് എത്രയാന്നുള്ളത് കാണാം. ടാക്സബിൾ എമൗണ്ട് എത്രയാന്നുള്ളത് ഈ 2 അഡ്ജസ്റ്റ്മെന്റ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ടാക്സബിൾ എമൗണ്ട് കിട്ടും. ടാക്സബിൾ എമൗണ്ടിന്റെ സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടാക്സബിൾ എമൗണ്ട് ഫോർ ഇൻഷുറൻസ് കമ്പനീസ് ഫോർ ദ നോൺ റെസിഡന്റ് വിച്ച് പ്രാക്ടീസ്ഡ് ആക്റ്റീവ്ലി ത്രൂ എ പെർമനന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് അക്കോർഡിംഗ് ടു ദ ടേബിൾ എന്ന് കാണാൻ പറ്റും. അതായത് ഇൻഷുറൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവരുടേത് കാണിക്കാനുള്ളതാണ് എന്ത്, വേറൊരു സൈഡ് ഉണ്ട്, ടാക്സബിൾ എമൗണ്ട് ഫോർ ഇൻഷുറൻസ്. കാരണം നമ്മൾ ഇൻകം കൊടുത്ത സമയത്തും, നിങ്ങൾ ഓർമ്മ ഉണ്ടോ എന്ന് അറിയില്ല, ഇൻകം കൊടുത്ത സമയത്ത് ഇവിടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സമയത്തും ഇൻഷുറൻസിന്റെ ഒരു സെപ്പറേറ്റ് ഷീറ്റിലാണ് നമ്മൾ കൊടുത്തിരുന്നത്. നമ്മൾ അവിടെ പഠന സമയത്ത് പറഞ്ഞിട്ടായിരുന്നു ഇൻഷുറൻസ് കമ്പനി ആകുമ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇൻകം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ടാക്സബിൾ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തും ഇൻഷുറൻസ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. നോട്ട് അപ്ലിക്കബിൾ എന്ന് പറയും, അപ്ലിക്കബിൾ എന്ന് കൊടുത്തിട്ട് ഇവിടെ വേണം എന്ത് ചെയ്യാൻ, കൊടുക്കാൻ. അപ്പൊ ഇൻഷുറൻസ് അല്ലാത്ത ബാക്കി എല്ലാ കമ്പനീന്റെയും ഇവിടെ എന്ത് ടാക്സബിൾ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, പിന്നെ അതിനുശേഷം ഇൻകം ടാക്സ് ഓൺ ദ ഷെയർ ഓഫ് നോൺ സൗദീസ്. നോൺ സൗദികളുടെ പോർഷനിലെ എന്ത് വരുള്ളൂ, ഇൻകം ടാക്സ് വരുള്ളൂ. അപ്പൊ ഇൻകം ടാക്സ് ഓൺ നോൺ ഷെയർ ഓഫ് സൗദീസ് വരും. ടോട്ടൽ ഇൻകം ടാക്സ് പേയബിൾ എത്ര വരുന്നു എന്നുള്ളതും അതിന് താഴെയുള്ളതിൽ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വരും. സോ 20% ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സക്ക കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് വരും. ഓക്കെ, സോ 1 സെക്കൻഡ്. അഡീഷൻസും ഡിഡക്ഷൻസും ഒന്ന് ജസ്റ്റ്. അഡീഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഇൻവെസ്റ്റഡ് കമ്പനിയിൽ ലോസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കമ്പനീന്റെ പ്രോഫിറ്റ് ലോസ് ഒക്കെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഓൾറെഡി ഇവിടെ കിട്ടി. ഇവിടുന്ന് ആദ്യം ഇൻകം സ്റ്റേറ്റ്മെന്റ് കാണിച്ചു, ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചു. അതിനുശേഷം നമ്മുടെ നെറ്റ് കോർപ്പറേറ്റ് ടാക്സിന്റെ പ്രോഫിറ്റോ ലോസോ എന്ത് ചെയ്തു, ഒക്കെ ഇവിടെ കിട്ടി. ഓക്കെ, അത് ഈ ടാക്സ് ബേസിലേക്ക് ഇവിടെ എത്തി. ഇനി അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനിയിൽ ലോസ് ഉണ്ടായിട്ടുണ്ട്, കോർപ്പറേറ്റ് ടാക്സിലേക്ക് ലോസ് അവർ ബുക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിന്റെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ അവരുടെ ലോസിന്റെ പോർഷനും നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പൊ അവരുടെ എന്തെങ്കിലും ലോസിന്റെ പോർഷൻ നമ്മൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ലോസിന്റെ പോർഷൻ നമുക്ക് കാണിക്കാനുള്ള സൈഡാണിത്. ഓക്കെ, ലോസസ് ഇൻ ദ ഇൻവെസ്റ്റഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് മാത്രമാണ് ഇവിടെ പ്രത്യേകമായിട്ട് ടാക്സ് ബേസ് എന്ന് മാറിയിട്ട് ഇവിടെ പ്രത്യേകമായിട്ട് കാണിക്കാനുള്ളത്. അത് മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഇവിടെ തന്നെ കംപ്ലീറ്റ് ആവും. അഡ്ജസ്റ്റ്മെന്റ്സ് കുളത്തുനിന്ന് തന്നെ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ഓക്കെ ഓക്കെ സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സൈഡ് ബാലൻസ് ഷീറ്റ് ആണ്. അത് നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റിന്റെ സൈഡിൽ നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ ബാലൻസ് ഷീറ്റിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ കാണിക്കണം. നമ്മുടെ അക്കൗണ്ടിങ്ങിലെ ബാലൻസ് ഷീറ്റിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇവിടെ ബുക്ക് ചെയ്യണം. അപ്പൊ അതിൽ ഓപ്പണിംഗ് ബാലൻസ്, ബിഗിനിങ് ബാലൻസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. എൻഡിങ് ബാലൻസ് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ക്ലോസിംഗ് ബാലൻസ്. അതായത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണിച്ചു കൊടുക്കണം. അപ്പൊ അതിൽ അസറ്റ് എന്നുള്ള ഈ ഒരു സൈഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടോട്ടൽ അസറ്റുകൾ ഏതൊക്കെ കാണിക്കാനുള്ളത് അവിടെ കാണിച്ചു തരും. അസറ്റിൽ ക്യാഷിൽ എത്രയുള്ളത്, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്, അക്കൗണ്ട്സ് റെസീവബിൾ എത്രയാണ്, ഇൻവെന്ററി എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ ഓപ്പണിംഗും എഴുതണം, ക്ലോസിംഗ് എഴുതണം. ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ 2026 ഫയൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം, 2026 ക്ലോസിംഗും വേണം, 2025 ക്ലോസിംഗും വേണം. അതായത് 2025 ക്ലോസിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓപ്പണിംഗ്,
രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ ഇവിടെ കൊടുക്കണം, അതിന്റെ ക്ലോസിംഗ് ബാലൻസുകൾ മാത്രം. അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റിൽ ഇത്രയായിരുന്നു, ഈ വർഷം ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ക്ലോസിംഗിലേക്ക് എത്തിയപ്പോൾ ഇത്രയായി. അല്ലെങ്കിൽ നമ്മുടെ PPE അതായത് ഫിക്സ്ഡ് അസറ്റുകൾ ഇത്രയായിരുന്നു, ഇപ്പൊ ഇത്രയായി. ഓക്കെ, അപ്പൊ അത് ഇവിടെ ക്ലോസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ്. ആൻഡ് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോട്ടൽ അസറ്റുകളും ടോട്ടൽ ലയബിലിറ്റിയും ബാലൻസ് ഷീറ്റിൽ ഉള്ളത് നമ്മുടെ ഫൈനലൈസ് ചെയ്ത അക്കൗണ്ട്സിൽ നിന്നുള്ള FS നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബുക്ക് ചെയ്ത് കാണിക്കണം. ഓക്കെ, അപ്പൊ ബാക്കി അതിൽ നമ്മൾ FS എങ്ങനെ പ്രിപ്പയർ ചെയ്താണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇവിടെ കാണിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ വാല്യൂ ഡയറക്റ്റ് അതിൽ നിന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്താൽ മതി, അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇൻടാഞ്ചിബിൾ അസറ്റ്, പാറ്റന്റ്, ഗുഡ്വിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറയുന്നുണ്ട്. ടോട്ടൽ ഇൻടാഞ്ചിബിൾ അസറ്റ്, അതിനുശേഷം ലയബിലിറ്റി ആൻഡ് ഇക്വിറ്റി എന്നുള്ളൊരു സൈഡ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലയബിലിറ്റീസ് ചോദിക്കും, നമ്മുടെ ലയബിലിറ്റീസ് ഏതൊക്കെയാണ് കാണിക്കാനുള്ളത്, ഇക്വിറ്റി സൈഡ് ഏതൊക്കെയാണുള്ളത്, ലോങ് ടേം ലോണ്, ലോങ് ടേം പേയബിൾ, അതായത് നമ്മുടെ ടോട്ടൽ കമ്പനിയിൽ ഉണ്ടാകുന്ന എല്ലാ ലോണും കാര്യങ്ങളൊക്കെ. അതിൽ പേയബിൾ ടു റിലേറ്റഡ് പാർട്ടി സെപ്പറേറ്റ്ലി ചോദിക്കുന്നുണ്ട്. റിലേറ്റഡ് പാർട്ടിയിലേക്ക് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ്ലി കാണിക്കണം. നമ്മുടെ FS-നകത്തും റിലേറ്റഡ് പാർട്ടിക്ക് പേയബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, റിലേറ്റഡ് പാർട്ടിന്റെ കയ്യിൽ നിന്ന് റെസ്യൂബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ്ലി കാണിക്കണം. കാരണം അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ FS കാണിക്കുന്ന സമയത്ത് ഇവിടെ റിലേറ്റഡ് പാർട്ടി സെപ്പറേറ്റ് കൊടുക്കണം. രണ്ട്, നമ്മളിപ്പോൾ ഡിഡക്ഷന്റെ സമയത്ത്, അഡ്ജസ്റ്റ്മെന്റ്സിന്റെ സമയത്ത് നമ്മൾ നോക്കില്ലേ, തിൻ ക്യാപിറ്റലൈസേഷൻ റൂൾ, അതൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലേറ്റഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ലോൺ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ZAC അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് റിലേറ്റഡ് പാർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് കൊടുക്കണം. ഓക്കെ, പിന്നെ അതിനുശേഷമാണ് ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി വരിക, നമ്മുടെ ക്യാപിറ്റൽ, റിസർവ്, റീറ്റേൺഡ് ഏർണിങ്സ്, അതായത് ഷെയർ ഹോൾഡർ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതായത് ടോട്ടൽ ബാലൻസ് ഷീറ്റ് എന്ത് ചെയ്യണം, നമ്മൾ അതേപോലെ ഇവിടെ ഫില്ല് ചെയ്യണം. ബാലൻസ് ഷീറ്റ് എന്നുള്ള ഈ ഒരു സ്ലൈഡിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യണം. ഓക്കെ, അത്രയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയാണ് ലാസ്റ്റ് കോർപ്പറേറ്റ് ടാക്സിന്റെ ഏറ്റവും ലാസ്റ്റ് ഫയലിംഗിലേക്കാണ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഞാൻ ട്രാൻസ്ഫർ പ്രൈസിങ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു കൺസെപ്റ്റ് ആണ്, അത് ഞാൻ ഇവിടെ വെച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വെച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ പ്രൈസിങ് ഒന്നും ഇല്ലാത്തൊരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഒരു നോർമൽ കമ്പനിയാണ്, ട്രാൻസ്ഫർ പ്രൈസിങ് റിലേറ്റഡ് കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഇനി അവർക്ക് ജസ്റ്റ് നിങ്ങൾക്ക് അടിയിൽ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ സേവ് ഡ്രാഫ്റ്റിന്റെ തൊട്ടപ്പുറത്ത് സബ്മിറ്റ് റിട്ടേൺ ആണ്. ഓക്കെ, റൈറ്റ് സൈഡിൽ കോർണറിൽ സബ്മിറ്റ് റിട്ടേൺ ആണ്. ട്രാൻസ്ഫർ പ്രൈസിംഗ് ഉള്ള കമ്പനി ആണെങ്കിൽ മാത്രമേ ഇത് yes കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത കമ്പനിക്ക് രണ്ടും ഇത് നോ ആയിരിക്കും. ഓക്കെ, ട്രാൻസ്ഫർ പ്രൈസിംഗ് ഇല്ലാത്ത കമ്പനി ആണെങ്കിൽ രണ്ടും നോ ആയിരിക്കും. അവർക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാം. ജസ്റ്റ് ഇവിടെ വേറൊരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റും, റിവ്യൂ എന്നുള്ളത്. റിവ്യൂ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ജസ്റ്റ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എടുക്കുന്നതിന് മുന്നേ അതൊന്ന് പറയാം. റിവ്യൂ എന്നുള്ള ഓപ്ഷൻ, ട്രാൻസ്ഫർ പ്രൈസിംഗ് എടുക്കാൻ വരട്ടെ. അണ്ടോ, റിവ്യൂ എന്നുള്ള ഓപ്ഷൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് റിവ്യൂ നോക്കി. ഓക്കെ, റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫയൽ ചെയ്യാൻ പോകുന്ന കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിവ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ ഫില്ല് ചെയ്ത ഇൻകം സ്റ്റേറ്റ്മെന്റ് ഫുൾ അവിടെ കാണും. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ കൊടുത്ത ഇൻകം സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ കോസ്റ്റ് എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്, അത് കംപ്ലീറ്റ് അവിടെ ഉണ്ടാവും. അതുപോലെ നമ്മൾ വെച്ച അഡ്ജസ്റ്റ്മെന്റ്സുകൾ ഉണ്ടോ, അഡ്ജസ്റ്റ്മെന്റ്സ് എന്തൊക്കെയാണ് അത് ഫുള്ള് ഉണ്ടാവും. നമ്മുടെ ബാലൻസ് ഷീറ്റ് ഫുൾ ഉണ്ടാവും. അതായത് നമ്മൾ ഈ കോർപ്പറേറ്റ് ടാക്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് റിവ്യൂ ചെയ്യുക. റിവ്യൂവിന് ശേഷം ഇവിടെ രണ്ട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാണ്ട്, ഒന്ന് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടിന്റെ സർട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ആരാണോ ചെയ്യുന്നത് വെച്ചെങ്കിൽ അയാളുടെ സർട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യണം. രണ്ട്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു കോപ്പി എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇത്രയും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവ്യൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവിടുന്ന് ഡയറക്റ്റ്ലി എന്ത് ചെയ്യാം, സബ്മിറ്റ് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് റിട്ടേൺ ഫയൽ ചെയ്യാം. സോ പ്രത്യേകിച്ച് ട്രാൻസ്ഫർ പ്രൈസിംഗ് റൂളൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഡയറക്റ്റ് ഇതേപോലെ എന്ത് ചെയ്താൽ മതി, ഫയൽ ചെയ്താൽ മതി. ഇനി ട്രാൻസ്ഫർ പ്രൈസിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ ട്രാൻസ്ഫർ പ്രൈസിംഗ് ആർക്കൊക്കെയാണ്, പലർക്കും പല രീതിയിലായിരിക്കും. അപ്പൊ ട്രാൻസ്ഫർ പ്രൈസിംഗ് ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാണ്ട്, ശ്രദ്ധിക്കാണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇത് കുറച്ചധികം ഒരു കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ട് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന, ട്രാൻസ്ഫർ പ്രൈസിങ്ങിന് വേണ്ടി മാത്രം ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന് വേണ്ടി മാത്രം ഒരു മാസത്തെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം അത്രത്തോളം പഠിക്കാനുണ്ട് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്. അപ്പൊ ഞാൻ അത്ര ഡീപ്പായിട്ട് പോകുന്നില്ല, അത്യാവശ്യം വലിയ ടോപ്പിക്കാണ്. ട്രാൻസ്ഫർ പ്രൈസിംഗിൽ മാത്രം കരിയർ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ നിങ്ങൾ വലിയ MNC-കളിലൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫർ പ്രൈസിംഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അക്കൗണ്ട്സിലോ ഇതിലൊന്നും അല്ലാതെ ഇതിന്റെ ഫീൽഡ് മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അത്യാവശ്യം വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് എന്ത്, ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്നുള്ള ഈ ഒരു സൈഡ് പഠിക്കുക എന്നുള്ളത്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ പ്രൈസിംഗ്, അല്ലെങ്കിൽ ടെക്നിക്കലി ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും, കാരണം ഞാൻ അതിന്റെ ചെറിയ സൈഡ് മാത്രമേ പറയുന്നുള്ളൂ.
ഇതിന്റെ അടിയിലോട്ട് പോകുമ്പോഴാണ് കുറച്ചധികം ഡീപ്പായ കാര്യങ്ങൾ വരിക. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് സെറ്റ് ചെയ്യണം. ട്രാൻസ്ഫർ പ്രൈസ് എന്നുള്ള പേര് തന്നെ ഉണ്ട്. പ്രൈസ്, വില സെറ്റ് ചെയ്യുന്നതാണ് ബേസിക്കലി ട്രാൻസ്ഫർ പ്രൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വില സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഈ മൾട്ടിനാഷണൽ കമ്പനികൾ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഗ്രൂപ്പ് കമ്പനികൾക്ക്, അതായത് നമ്മുടെ നാട്ടിലൊരു പാരന്റ് കമ്പനി, പുറത്ത് ഒരു സബ്സിഡറി കമ്പനി, അങ്ങനെ MNC ആയിട്ട് ലോകത്തെ എല്ലായിടത്തുള്ള കമ്പനികൾ ഉണ്ടാവും. ഇപ്പോൾ വലിയ വലിയ കമ്പനികൾക്കൊക്കെ ഇന്ത്യയിലൊരു ബ്രാഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു പാരന്റ് കമ്പനി ഉണ്ടാവും, സൗദിയിലായിരിക്കും അവരുടെ സബ്സിഡറി കമ്പനി ഉണ്ടാവുക. അങ്ങനെ ആ രീതിയിൽ വളർന്നു നിൽക്കുന്ന, ഇപ്പൊ നമ്മൾ അരാംകോ പോലത്തെ അല്ലെങ്കിൽ അഡ്നോക്ക് പോലത്തെ ഒക്കെ കമ്പനികൾ, ഇതൊക്കെ ബേസിക്കലി എന്താണ്, ഒരു മൾട്ടിനാഷണൽ ഗ്രൂപ്പ് കമ്പനിയാണ്. അപ്പൊ ഈ ഗ്രൂപ്പ് കമ്പനികളിലാണ് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ വർക്കിംഗ്സ് ബേസിക്കലി വരുന്നത്. ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ വർക്കിംഗ്സ് വരുന്നത് ഇത്തരം കമ്പനികൾക്കാണ്. ബാക്കിയുള്ള കമ്പനികൾക്ക് ഒന്നും എന്തുണ്ടാവില്ല, ട്രാൻസ്ഫർ പ്രൈസിങ് റിലേറ്റഡ് റൂൾസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ കമ്പനി ഒരു നോർമൽ ഇത്തരം പരിപാടികളൊന്നും ഇല്ലാത്ത കമ്പനിയാണ്, ഒരു MNC പോലത്തെ കമ്പനികളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ സൈഡൊന്നും കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യം കൂടില്ല. അതല്ല, ഒരു ഗ്രൂപ്പ് കമ്പനിയാണ്, ഈ പറഞ്ഞ പോലെ പുറത്തെ രാജ്യങ്ങളിലൊക്കെ സബ്സിഡറി കമ്പനിയുണ്ട്, നമ്മുടെ രാജ്യത്ത് വേറെ പാരന്റ് കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ റൂള് പാലിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി പ്രൈസ് സെറ്റ് ചെയ്യുന്നതാണ് എന്ത്, ട്രാൻസ്ഫർ പ്രൈസിംഗ്. പേര് തന്നെ ഉണ്ട്, ട്രാൻസ്ഫർ പ്രൈസിംഗ്. ആ പേര് രണ്ടെണ്ണം ആക്കി മുറിച്ചു കഴിഞ്ഞാൽ കൺസെപ്റ്റ് മനസ്സിലാവും. ട്രാൻസ്ഫർ പ്രൈസിംഗ്, ആദ്യത്തെ എന്താ, ട്രാൻസ്ഫർ. അപ്പൊ എന്തോ ഒരു പരിപാടി അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. രണ്ട്, പ്രൈസിങ്, ട്രാൻസ്ഫർ പ്രൈസിങ്, അതിന്റെ വില. ഓക്കെ, അപ്പൊ അതാണ് ഈ കൺസെപ്റ്റ് മൊത്തം നിൽക്കുന്നത്. അപ്പോ രണ്ട് കമ്പനികൾ, ഓക്കെ, രണ്ട് പാരന്റ് അല്ലെങ്കിൽ സബ്സിഡറി, ഒരു ഗ്രൂപ്പിലുള്ള രണ്ട് കമ്പനികൾ, പാരന്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും, അതായത് ഒരു ഗ്രൂപ്പ് കമ്പനിയാണ്, ഒരു വലിയ ഗ്രൂപ്പ് കമ്പനിയാണ്. അതിൽ പാരന്റ് സബ്സിഡറി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻസ് ഉണ്ട്. അതായത് പാരന്റ് എന്ത് ചെയ്യുന്നുണ്ട്, സബ്സിഡറി കമ്പനിക്ക് പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട്, സർവീസ് വിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫിനാൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. ഒരു പാരന്റ് കമ്പനിയും സബ്സിഡറി കമ്പനിയും തമ്മിൽ പല ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അങ്ങനെ ട്രാൻസാക്ഷൻസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു നമുക്ക് തോന്നിയ വില ഇടാൻ പറ്റില്ല. നമ്മൾ റിലേറ്റഡ് പാർട്ടി പറഞ്ഞ പോലെ തന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പ് കമ്പനികൾക്ക് തോന്നിയ വിലക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. ഒരു ഉദാഹരണത്തിന് കാഡ്ബറി എക്ലേസ്, കാഡ്ബറി ഡയറി മിൽക്ക് ഒക്കെ കിട്ടില്ലേ, ഈ കാഡ്ബറി കമ്പനിക്ക് ഇന്ത്യയിൽ എന്തുണ്ട്, ഒരു പാരന്റ് കമ്പനി ഉണ്ട്. അതുപോലെ കാഡ്ബറിന്റെ USA ഒരു സബ്സിഡറി കമ്പനി ഉണ്ട്. ഓക്കെ, കാഡ്ബറിന്റെ പാരന്റ് കമ്പനി ഇന്ത്യയിലാണ്, കാഡ്ബറിന്റെ USA എന്ത്, കാഡ്ബറിന്റെ സബ്സിഡറി കമ്പനി. കാഡ്ബറി പാരന്റ് കമ്പനിയിൽ നിന്ന്, ഇന്ത്യയിലുള്ള പാരന്റ് കമ്പനിയിൽ നിന്ന് അമേരിക്കയിലുള്ള സബ്സിഡറി കമ്പനിയിലേക്ക് പ്രൊഡക്ട്സ് വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. അങ്ങനെ വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് തോന്നിയ വിലയിലാണ് അവർ വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ തന്നെ സബ്സിഡറി കമ്പനി ആയതുകൊണ്ട് അവരെന്ത് ചെയ്യണം, തോന്നിയ വില ഇട്ടിട്ട് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടാക്സേഷനെയും അമേരിക്കയിലെ ടാക്സേഷനെയും ഒരുപോലെ ബാധിക്കും. അതെന്താ റീസൺ? ഇപ്പൊ പാരന്റ് കമ്പനി പ്രൊഡക്റ്റ് അമേരിക്കയിലുള്ള, ഒരു ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ നമ്മുടെ ഇന്ത്യയിലുള്ള കാഡ്ബറി എന്ത് ചെയ്യാണ്, അമേരിക്കയിലേക്ക് കുറച്ച് ചോക്ലേറ്റ് വിറ്റു. ചോക്ലേറ്റ് വിറ്റത് 100 രൂപക്കാണെന്ന് വിചാരിക്കുക, 100 രൂപക്കാണ്. എന്നിട്ട് അമേരിക്കയിലുള്ള ഈ കാഡ്ബറി കമ്പനി എന്ത് ചെയ്യുന്നുണ്ട്, വേറെ അവിടുത്തെ അമേരിക്കയിലുള്ള ബാക്കി കമ്പനികൾക്കൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റ് വിറ്റ് കൊടുക്കുന്നുണ്ട്. ഈ USA കമ്പനിയിൽ നിന്നാണ് വിൽക്കുന്നത്. പക്ഷെ കാഡ്ബറി ഇപ്പൊ ഈ ഇന്ത്യയിലുള്ള പാരന്റ് കമ്പനി അമേരിക്കക്ക് വിറ്റ 100 രൂപക്കുള്ള ചോക്ലേറ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും 500 രൂപ വില വരുന്ന ചോക്ലേറ്റ് ആണ്. ഓക്കെ, 500 രൂപ വില വരുന്ന ചോക്ലേറ്റ് അവരെന്ത് ചെയ്യണേ, 100 രൂപക്ക് വിൽക്കുകയാണ്. അപ്പൊ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടാക്സിൽ അതിൽ വലിയൊരു നഷ്ടമുണ്ട്. ഇന്ത്യയിൽ നല്ലൊരു നഷ്ടമുണ്ട്. കാരണം 500 രൂപക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സ് ആയിരിക്കൂല 100 രൂപക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ടാക്സ്. എന്നാൽ കാഡ്ബറിന്റെ പരിപാടി നടക്കുമോ? കാഡ്ബറിന്റെ പരിപാടി നടക്കുകയും ചെയ്യും. കാരണം എന്താ, അവർക്ക് അവരുടെ പാരന്റ് കമ്പനിയിൽ നിന്ന് സാധനം സെയിൽ അടിച്ചിങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനൊക്കെ ഈ കമ്പനി ത്രൂ വിറ്റാൽ മതി. ഓക്കെ, അപ്പൊ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല കമ്പനികളും എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ രീതിയിൽ ടാക്സേഷൻ, പല രാജ്യത്തും ടാക്സേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാരന്റ് കമ്പനീന്റെ പുറമെ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, സബ്സിഡറി കമ്പനികൾ തുടങ്ങാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ എന്താ, പാരന്റ് സബ്സിഡറിക്ക് വിൽക്കും, സബ്സിഡറി എന്ത് ചെയ്യും, അവരുടെ വേറെയുള്ള കസ്റ്റമേഴ്സിനൊക്കെ വിൽക്കും. അപ്പോൾ ബേസിക്കലി പാരന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് കുറക്കാൻ പറ്റും, ടാക്സ് കുറക്കാൻ പറ്റും. കാരണം പാരന്റ് വിൽക്കുക, സബ്സിഡറിക്ക് വിൽക്കുമ്പോൾ ചെറിയ വിലയിലായിരിക്കും വിൽക്കുക. 500 കൊടുക്കേണ്ടത് 100 200 കൊടുക്കും. എന്നിട്ട് ഈ സബ്സിഡറി കമ്പനി എന്ത് ചെയ്യും, അവിടുത്തെ ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ അവരുടെ ശരിക്കുള്ള പ്രൈസ് ഇട്ടിട്ട് എന്ത് ചെയ്യും, വിൽക്കും.
അപ്പൊ കമ്പനിക്ക് ലാഭമാണോ? ലാഭമാണ്, നഷ്ടമൊന്നും വരുന്നില്ല. കമ്പനിക്ക് ശരിക്കും കസ്റ്റമറിലേക്കാണ് ഇത് സാധനം എത്തിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഡയറക്റ്റ് എത്തിച്ചു കൊടുക്കാതെ എന്ത് ചെയ്യാണ്, പാരന്റ് മുഖാന്തരം അല്ലെങ്കിൽ സബ്സിഡറി കമ്പനി മുഖാന്തരം എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ടാക്സേഷനിൽ കാര്യമായ ഡിഫിക്കൽട്ടി വരാൻ തുടങ്ങുന്നു. കാരണം അവർക്ക് ലീഗലി കിട്ടേണ്ട ടാക്സ് എന്ത് ചെയ്യാൻ പോവാണ്, നഷ്ടപ്പെട്ടു പോവാണ്. ഈ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് എന്ത് ചെയ്തത്, ട്രാൻസ്ഫർ പ്രൈസിങ് എന്നുള്ള ഈ ഒരു എഗ്രിമെന്റ്, ഇതിനെ ട്രാൻസ്ഫർ പ്രൈസിങ് എഗ്രിമെന്റ് അല്ലെങ്കിൽ APA എഗ്രിമെന്റ് എന്ന് പറയാം. അപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംസ് ലെങ്ത് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമാണ്. ആം ലെങ്ത് പ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഗ്രിമെന്റ്. അപ്പോൾ രണ്ട് മൾട്ടിനാഷണൽ ഗ്രൂപ്പ് കമ്പനികൾ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതിനെ നമ്മൾ ഇവിടെ റിലേറ്റഡ് പാർട്ടി എന്നായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. ഡു യു ഹാവ് എ റിലേറ്റഡ് പാർട്ടി? റിലേറ്റഡ് പാർട്ടി എന്ന് ഉദ്ദേശിച്ചത് തന്നെ ഒരു പാരന്റും ഒരു സബ്സിഡറി കമ്പനി, അവർ തമ്മിൽ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്, ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ആവാം, ചിലപ്പോൾ സാധനങ്ങൾ വിൽക്കുന്നതാവാം, സർവീസ് കൊടുക്കുന്നതാവാം, ഫൈനാൻസ് ചെയ്യുന്നതാവാം, ഇതൊക്കെ ട്രാൻസാക്ഷൻ ആണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ റൂൾ അനുസരിച്ച് വേണം എന്ത് ചെയ്യാൻ, സാധനങ്ങൾ കൊടുക്കാൻ. ഒരു ഉദാഹരണത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിൽ കുറേ പ്രൈസിങ് മെത്തേഡുകൾ ഉണ്ട്. നമ്മൾ ഒരു പാരന്റ് കമ്പനി സബ്സിഡറി കമ്പനിക്ക് സാധനം വിൽക്കുമ്പോൾ പ്രൈസ് എത്ര വേണം എന്നുള്ളതിന് റൂൾ ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ആ റൂളിന് തന്നെ പല മെത്തേഡുകളുണ്ട്. നിങ്ങൾക്ക് പേര് കേട്ടാൽ നിങ്ങൾക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും കേട്ട പരിചയം ഉണ്ടോ അറിയില്ല. കമ്പയറബിൾ അൺകൺട്രോളബിൾ പ്രൈസ്, റീസെയിൽ മെത്തേഡ്, കോസ്റ്റ് പ്ലസ് മെത്തേഡ്, ട്രാൻസാക്ഷണൽ നെറ്റ് പ്രൈസ് മെത്തേഡ്, അങ്ങനെ കുറെ മെത്തേഡുകളുണ്ട്. പ്രോഫിറ്റ് സ്പ്ലിറ്റ് മെത്തേഡ്. ഇത് പഠിക്കാനാണ് ട്രാൻസ്ഫർ പ്രൈസിംഗിൽ പഠിക്കാൻ ബുദ്ധിമുട്ട്. ഈ പറഞ്ഞ ഈ മെത്തേഡുകൾ പഠിച്ചെടുക്കാനാണ് ബുദ്ധിമുട്ട്. നമ്മൾ അത്രക്കൊന്നും പോകുന്നില്ല, കാരണം അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യമാണ്. ഏത് മെത്തേഡ് അനുസരിച്ച് ഏത് കമ്പനിക്ക് വെക്കണം എന്നുള്ളതൊക്കെ ഭയങ്കര ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു കമ്പനിയിൽ ട്രാൻസാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ മനസ്സിലാവും, ഡു യു ഹാവ് എനി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്? അപ്പൊ നമ്മൾ എസ് കൊടുത്തു വിചാരിക്കാം. ഡു യു ഹാവ് എ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എസ് കൊടുത്തു വിചാരിക്കാം. ഓക്കെ, ജസ്റ്റ് നോക്കാം. എസ് കൊടുത്തു. എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളോട് എന്ത് ചെയ്യും, സക്ക ചോദിക്കുക അവരുമായിട്ട് നടത്തിയ ട്രാൻസാക്ഷൻ എന്താണ്, അതായത് അവർക്ക് സെയിൽ ചെയ്യാണോ? റിലേറ്റഡ് പാർട്ടി എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് എന്താ, സബ്സിഡറി കമ്പനിയാണ്. ഓക്കെ, നമ്മൾ പാരന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സിഡറി കമ്പനി, അതാണ് റിലേറ്റഡ് പാർട്ടി. ഓക്കെ, അപ്പോൾ അവരുമായിട്ട് നടത്തിയ ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ആണ് സക്കക്ക് വേണ്ടത്. അവരുമായിട്ട് നിങ്ങൾ നടത്തിയ ട്രാൻസാക്ഷൻ എന്താണ്, സെയിലാണോ, സർവീസ് ആണോ, അല്ല ഫിനാൻസ് ചെയ്യലാണോ, എന്താണ് അവരുമായിട്ട് നടത്തിയ ട്രാൻസാക്ഷൻ, അവരുമായിട്ടുള്ള ട്രാൻസാക്ഷന്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്, ആ റിലേറ്റഡ് പാർട്ടിന്റെ പേര് എന്താണ്, അവരുടെ ജൂറിസ്ഡിക്ഷൻ എന്താണ്, ട്രാൻസാക്ഷന്റെ നാച്ചർ എന്താണ്, എമൗണ്ട് എത്ര ഉണ്ട്, ആൻഡ് TP മെത്തേഡ് ഇവിടെ കാണാൻ പറ്റും. TP മെത്തേഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ മെത്തേഡ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ. ഒരു 5-6 മെത്തേഡുകൾ ഉണ്ട് നമുക്ക് ഈ പ്രൈസ് ചാർജ് ചെയ്യുന്നതിന്. 5-6 മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ആ മെത്തേഡിൽ ഏത് മെത്തേഡാണ് നമ്മൾ ചൂസ് ചെയ്തത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതായത് ഒരു പാരന്റ്, നമ്മുടെ കമ്പനി പാരന്റ് കമ്പനിയാണ്, ഒരു സബ്സിഡറി കമ്പനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എന്തോ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡക്റ്റ് വിറ്റിട്ടുണ്ട്. അങ്ങനെ വിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് റൂൾ ഫോളോ ചെയ്യണം, ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ റൂൾ ഫോളോ ചെയ്യണം. ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ആ റൂൾ പ്രകാരം നമ്മളൊരു റിലേറ്റഡ് പാർട്ടിക്ക് ഒരു സാധനം വിൽക്കുന്ന സമയത്ത് ട്രാൻസ്ഫർ പ്രൈസിങ് മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് അനുസരിച്ചുള്ള പ്രൊഡക്റ്റിന്റെ പ്രൈസിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊടുക്കാൻ പാടുള്ളൂ. അതായത് ഇപ്പോൾ സബ്സിഡറി കമ്പനിക്ക് വിൽക്കുമ്പോൾ നമുക്ക് തോന്നിയ വിലക്ക് വിൽക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ പ്രൈസിങ് മെത്തേഡ് ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യണം. 5-6 മെത്തേഡ് എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. ആ മെത്തേഡ് പ്രകാരം ആ പ്രൊഡക്റ്റിന്റെ വില നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫർ പ്രൈസിങ് ജോബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന പരിപാടി. ഇതാണ് വലിയ വലിയ MNC കമ്പനികളുടെ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടാവും. അപ്പൊ അവരുടെയൊക്കെ എന്ത് ചെയ്യും, ഏത് മെത്തേഡ് പ്രകാരം നോക്കും, ആ മെത്തേഡ് പ്രകാരം ഏതിലാണ് ലാഭം നോക്കും, അതൊക്കെ അനുസരിച്ച് എന്ത് ചെയ്യും, ആ ഓരോ പ്രൊഡക്റ്റിന്റെയും പ്രൈസ് ഫിക്സ് ചെയ്യും. ഇന്ന കമ്പനി ഇന്ന പ്രൈസിലാണ് വിൽക്കേണ്ടത് എന്ന് പ്രൈസ് ഫിക്സ് ചെയ്യും. അപ്പൊ ഏത് മെത്തേഡ് പ്രകാരമാണ് നമ്മൾ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ചോദിക്കുന്നത്. TP മെത്തേഡ് ഏതാണ്, നമ്മൾ ചൂസ് ചെയ്ത TP മെത്തേഡ് ഏതാന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. അപ്പൊ ട്രാൻസ്ഫർ പ്രൈസിങ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ഉള്ള കമ്പനി ആണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനമുള്ള ഈ ഒരു സൈഡ്, ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞ ഈ ഒരു സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതിൽ ആദ്യം ബേസിക് ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കമ്പനിയുമായിട്ടാണ്, റിലേറ്റഡ് പാർട്ടി ഏത് കമ്പനിയുമായിട്ടാണ് ട്രാൻസാക്ഷൻ നടത്തിയത്, ആ ട്രാൻസാക്ഷൻ എന്താണ്, അതിന്റെ എമൗണ്ട് എന്താണ്, അതിൽ നമ്മൾ ചൂസ് ചെയ്ത ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ മെത്തേഡ് ഏതാണെന്നുള്ളത് എന്ത് ചെയ്യണം, കൊടുക്കണം. പിന്നെ അതിനുശേഷം ചെറിയ ചെറിയ സബ് ക്വസ്റ്റ്യൻസ് ആണ് കുറെ ഉണ്ടാവുക. അതിലൊന്ന് ഗ്രൂപ്പ് കമ്പനി റീസ്ട്രക്ചറിങ്ങിന് പോയിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ
അവർ എത്രയാണ് റവന്യൂ കാണിച്ചത്, എത്രയാണ് എക്സ്പെൻസ് കാണിച്ചത്, ടാക്സ് റിട്ടേൺ പ്രകാരം എന്താണ്, അതുപോലെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, KSന്റെ റൂൾ പ്രകാരം, അതുപോലെ നോൺ മോണിറ്ററി ഫീ ചാർജ് ചെയ്യുന്നത്, ഇതൊക്കെ ട്രാൻസ്ഫർ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്ട് ഈ പറഞ്ഞ സൈഡിലകത്ത് കൊടുക്കാണ്ട്. പിന്നെ അതുപോലെ ഈ പറയപ്പെടുന്ന കമ്പനി MNE എന്ന് പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളതാണ്. ഇതും ട്രാൻസ്ഫർ പ്രൈസിംഗ് ആണ്. ലീഗൽ നെയിം, പാരന്റ് എൻറ്റിറ്റി എന്താണ്, അവരുടെ ടാക്സ് ജൂറിസ്ഡിക്ഷൻ എന്താണ്, അവരുടെ ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഇവിടെ കൊടുക്കണം. സോ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി ഒരു മൾട്ടിനാഷണൽ ഗ്രൂപ്പ് കമ്പനിയാണ്. നമ്മുടെ കമ്പനിന്റെ ഏതെങ്കിലും സബ്സിഡറി കമ്പനിയുമായിട്ട് ട്രാൻസാക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സൈറ്റിനെ കുറിച്ച് ആലോചിച്ചാൽ മതി. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ഈ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. അപ്പൊ ഇത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ പ്രൈസിംഗിൽ ഡീപ്പായിട്ടുള്ള നോളജ് വേണം. ട്രാൻസ്ഫർ പ്രൈസിംഗ് എങ്ങനെയാണ്, എന്താണ്, ഏതാണ്, നമ്മൾ ഏതൊക്കെ മെത്തേഡിലൂടെ ട്രാൻസ്ഫർ പ്രൈസിംഗ് കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ഡീപ്പായിട്ടില്ലെങ്കിലും ബേസിക് ഒരു നോളജ് എങ്കിലും വേണം. കാരണം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നില്ലേ, ട്രാൻസ്ഫർ പ്രൈസിംഗിന്റെ ഏതാ മെത്തേഡ്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുന്നില്ലേ. അപ്പൊ അതൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ഒരു കേസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തോളി, എന്നോട് ചോദിച്ചോളി, ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിലുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അങ്ങനെ ഒരു കേസ് ഉണ്ട്. അല്ലാത്തവർ എന്ത് ചെയ്യണ്ട, ഇതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട. അല്ലാത്തവർക്ക് ഇത് വലിയ വിഷയമല്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേറ്റ് ടാക്സിന്റെ ഫയലിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബാലൻസ് ഷീറ്റ് ഫില്ല് ചെയ്യുന്നതോട് കൂടി കഴിഞ്ഞു. കാരണം ഇവിടെ രണ്ടും നോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ആഡ് ചെയ്യണ്ട. ഇനി അതുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ല, അങ്ങനെ അതറിയണം, അത് കൂടി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതോളി, ഡയറക്റ്റ്ലി നിങ്ങളോട് ചോദിച്ചോളി. കാരണം അത് നമുക്ക് അത്യാവശ്യം സമയം പറയാനുണ്ട്. TP മെത്തേഡ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, അതിനു വേണ്ടി മാത്രം നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ ഒരു 20 to 30 days നമ്മൾ എടുക്കേണ്ടി വരും. അത്രത്തോളം നമുക്ക് അത്രയും ഡീപ്പായിട്ട് പറഞ്ഞില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബേസിക്കെങ്കിലും പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫർ പ്രൈസിങ് എന്നുള്ള സെഷൻസിനകത്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതോടുകൂടി എന്തായി, നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ കംപ്ലീറ്റ് ഫയലിംഗ് കംപ്ലീറ്റ് ആവും. ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിവ്യൂ കൊടുക്കാം. ഇതൊക്കെ ട്രാൻസ്ഫർ പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ടാട്ടോ. CBC റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാജ്യത്തേക്കുള്ളതാണോ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ സബ്സിഡറി കമ്പനി ഏത് രാജ്യത്താണോ അവിടുത്തെ CBC റിപ്പോർട്ടും അവിടുത്തെ ജൂറിസ്ഡിക്ഷനൊക്കെ ചോദിക്കുന്നത്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഓക്കെ, സോ ഇത്രയും സൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ കൊടുക്കുക. ഞാൻ 2 നോ കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, യെസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ, ഞാൻ നോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോ കൊടുത്തു, കുഴപ്പങ്ങളൊന്നുമില്ല, നോ കൊടുത്തു, ട്രാൻസ്ഫർ പ്രൈസിങ് റിലേറ്റഡ് കാര്യങ്ങളൊന്നുമില്ല. മേലത്തെ സൈഡ് ഞാൻ എന്ത് ചെയ്തു, നോ കൊടുത്തു, റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്. അതില്ല എന്നുണ്ടെങ്കിൽ നോർമൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ 2 സാധനം നോ അടിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ വേറെ പരിപാടികളൊന്നും ചെയ്യാനില്ല. ഓക്കെ, സോ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ റിവ്യൂ കൊടുക്കാം. റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ കംപ്ലീറ്റ് റിവ്യൂ ആയി വരും. എന്തൊക്കെ വേണം, എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവിടെ റിവ്യൂ ചെയ്ത് വരും. ഓക്കെ, സോ റിവ്യൂവിന് ശേഷം ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, സബ്മിറ്റ് കൊടുക്കേണ്ടി വരും. ഇവിടെ I declare that above information correct എന്നുള്ള ഇവിടെ ടിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ ഫയലാവും. ഓക്കെ, സോ ഏകദേശം ഐഡിയ ആയോ? നമ്മൾ അവിടെ കുറച്ച് ദിവസം എടുത്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മിസ്സായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏകദേശം ബേസിക്കലി ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട്, തിയറി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് ഫയൽ ചെയ്യാൻ അറിയില്ലെങ്കിൽ പോയിട്ടാ. അപ്പോൾ ഇത് ഫയൽ ചെയ്യാനും അറിയണം, അതും അറിയണം. ഇപ്പൊ നിങ്ങൾക്ക് രണ്ടും മനസ്സിലായി. അതായത് അവിടെ തിയറി നോളജ് ഇല്ലെങ്കിൽ ഇത് തുറന്നു വെച്ചിട്ട് ഒരു കാര്യമില്ല, ഒന്നും നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, ഒന്നും എവിടെ ഏത് കോളത്തിൽ എന്ത് കൊടുക്കണം എന്ന് പോലും മനസ്സിലാവില്ല. കാരണം അവിടെ നല്ല നോളജ് വേണം, ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പൊ ഈ നെറ്റ് പ്രോഫിറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ്സിൽ ഏതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ഏതൊക്കെ കുറക്കണം എന്ന് അറിയണമെങ്കിൽ നമുക്ക് അവിടെ തിയറി നോളജ് വേണം, അറിയണം നമുക്ക് ഏത് ആഡ് ചെയ്യണം, ഏത് കുറക്കണം എന്നുള്ളത് നമുക്ക് നല്ല ധാരണ വേണം. അവിടെ നോളജ് ഉണ്ടായി നല്ല അടിപൊളിയായി അറിയാനിട്ടും കാര്യമില്ല. ഇത് ഫയൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുന്ന സമയത്ത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. വാറ്റ് പോലെയല്ല, വാറ്റ് ഈസിയാണ്. വാറ്റിന്റെ പോർട്ടൽ കയറി കഴിഞ്ഞാൽ വാറ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് 1 or 2 വാറ്റ് ഫയൽ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വാറ്റ് ഈസി ആയിട്ട് ഫയൽ ചെയ്യാം. പക്ഷെ കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് സൂക്ഷിക്കണം. ഫയൽ ചെയ്യുന്ന സമയത്ത് ചില സ്ഥലത്തൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാവുന്ന കേസുകളൊക്കെ ഉണ്ട്. അപ്പോൾ 2 കോർപ്പറേറ്റ് ടാക്സിൽ ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയറിക്കലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്,
പ്രാക്ടിക്കലി അറിയലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം രണ്ടും അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് കേസാണ് കോർപ്പറേറ്റ് ടാക്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഓക്കെ, വാറ്റിൽ അങ്ങനെ ഒരു കേസ് ഇല്ല. വാറ്റ് നമുക്ക് അത്യാവശ്യം ഒരു ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വാറ്റ് തിയറി ആയിരിക്കും കുറച്ചും കൂടി ആൾക്കാർക്ക് അറിയാത്തത്. അതായത് റൂള് കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് ഇമ്പോർട്ടൻ്റ് കേസും കാര്യങ്ങളൊന്നും വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ വാറ്റ് പ്രാക്ടിക്കലി ഫയൽ ചെയ്യാൻ വളരെ സുഖമാണ്. വലിയ തലകീഴായിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാറ്റ് പ്രാക്ടിക്കലി ഫയൽ ചെയ്യാൻ പറ്റും. ഇത്രയും ദിവസം എടുക്കില്ല വാറ്റ് പ്രാക്ടിക്കലി ഫയലിംഗ് ഡിസ്കസ് ചെയ്യാൻ. നമുക്ക് ഒരു ദിവസത്തെ ക്ലാസ്സോട് കൂടി കംപ്ലീറ്റ് പറയാൻ പറ്റും. പക്ഷേ കോർപ്പറേറ്റ് ടാക്സ് ഞാൻ പറഞ്ഞില്ല, അങ്ങനെയല്ല. കോർപ്പറേറ്റ് ടാക്സ് തിയറിറ്റിക്കലി നിങ്ങൾക്ക് നല്ല നോളജ് വേണം, പ്രാക്ടിക്കലി നല്ല നോളജ് വേണം. തിയറിറ്റിക്കലി നോളജ് ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഓരോന്ന് എവിടെയും ടൈപ്പ് ചെയ്യുന്നത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, സോ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആദ്യം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫില്ല് ചെയ്യുക. പിന്നെ ബേസിക് ഇൻഫർമേഷനിൽ അവിടെ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയില്ല. നമ്മളെ പരിപാടി ശരിക്കും തുടങ്ങുന്നത് ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് തൊട്ട് ഈ ബാലൻസ് ഷീറ്റ് വരെയുള്ള ഈ ഒരു 1, 2, 3, 4 സ്ലൈഡിനകത്താണ്. ഇൻകം സ്റ്റേറ്റ്മെന്റിനകത്ത് എന്ത് ചെയ്യുക, FS എടുക്കുക. FS എടുത്തിട്ട് അതേപോലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണോ കാണുന്ന ഡാറ്റ അതേപോലെ കൊടുക്കുക. ഇവിടുത്തെ ഡിപ്രീസിയേഷനിലൊന്നും പ്രത്യേകിച്ച് ഒരു ചേഞ്ചും വരുത്തേണ്ട, ബുക്ക് ഡിപ്രീസിയേഷൻ ആണ്, അതേപോലെ കൊടുക്കുക. ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെന്റ് കഴിയുന്നതോട് കൂടി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കിട്ടും. ആ നെറ്റ് പ്രോഫിറ്റ് ലോസ് എന്തായിരിക്കണം, നമ്മുടെ ബാലൻസ് ഷീറ്റ് അനുസരിച്ചുള്ള നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആയിരിക്കണം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ്മെന്റ് കോളത്തിലേക്ക് പോകണം. അഡ്ജസ്റ്റ്മെന്റ് കോളത്തിനകത്താണ് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുള്ളത്. എസ്പെഷ്യലി ഡിപ്രീസിയേഷന്റെ ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് അത് പ്രത്യേകം ഒന്ന് നോക്കണം. അവിടെയാണ് കുറച്ചും കൂടി ഒന്ന് ഡിഫിക്കൽട്ടി വരാനുള്ള മറ്റൊരു സാധ്യത ഉള്ളത്. ഓക്കെ, അതിനുശേഷം പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ലോണിന്റെ ഇതൊന്നും ബേസിക്കലി വലിയ കമ്പനികൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ. ബാക്കി ഒരു ജനറൽ കമ്പനികൾക്ക് ഉണ്ടാവുന്നത് അഡ്ജസ്റ്റ്മെന്റ്സ് ഓൺ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ഈ ഒരു ടൈബിളും അതുപോലെ ഡിപ്രീസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റും. ഡിപ്രീസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാ കമ്പനിക്കും ഉണ്ടാവും. അപ്പൊ അത് നല്ലപോലെ അറിയണം. കോർപ്പറേറ്റ് ടാക്സിന്റെ ഏത് ഫയലിംഗിലും ഡിപ്രീസിയേഷന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതോടുകൂടി ആ സൈഡ് അറിയണം. പിന്നെ ടാക്സ് ബേസിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത ഡാറ്റകളൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ടാക്സ് ബേസ് എന്നുള്ള ഈ ഒരു സൈഡിൽ എന്ത് ചെയ്യും, എത്രയാണ് ടാക്സിബിൾ എമൗണ്ട് വരിക, അതിന് എത്രയാണ് ടാക്സ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ജക്ക് കാണിക്കും. ആൻഡ് നാലാമത്തെ ബാലൻസ് ഷീറ്റിലും നമുക്ക് പ്രത്യേകിച്ച് ചിന്തിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ കയ്യിലുള്ള ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് അതേപോലെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ ഞാൻ ലാസ്റ്റ് പറഞ്ഞില്ലേ ട്രാൻസ്ഫർ പ്രൈസിന്റെ കേസ്, അതിലുള്ള കമ്പനികൾക്ക് മാത്രം ഫില്ല് ചെയ്താൽ മതി, അല്ലാത്തവർക്ക് അത് നോ അടിച്ചിട്ട് മുന്നോട്ട് പോകാം. സോ ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, കോർപ്പറേറ്റ് ടാക്സിന്റെ പ്രാക്ടിക്കൽ ഫയലിംഗ് ചെയ്യേണ്ടത്. എനിക്ക് ഉറപ്പാണ് കുറെ ആൾക്കാർക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ടാവുള്ളൂ, കുറെ ആൾക്കാർക്ക് ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ചിലപ്പോൾ ചില കമ്പനികൾ ഒരുവിധം ആൾക്കാരൊന്നും ഇത് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യുക, ഓഡിറ്റേഴ്സിനാ സബ്മിറ്റ് ചെയ്യുക. ഓഡിറ്ററാണ് പിന്നെ എന്ത് ചെയ്യുക ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വലിയൊരു ഐഡിയ ഉണ്ടാവില്ല, വലിയൊരു ഓപ്ഷൻ ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം കഴിയും, 2 ദിവസമല്ല ഒരു ആഴ്ച എന്തായാലും എടുക്കും. ആദ്യം നമ്മൾ അത് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് ഇതായ സമയത്ത് കുറെ ആൾക്കാർക്ക് അത് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ വേണമല്ലോ. അപ്പൊ വാറ്റിൽ നമുക്ക് ഓൾറെഡി നമ്മളൊരു പോർട്ടൽ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് തന്നെ കോർപ്പറേറ്റ് ടാക്സിന്റെ ഒരു പോർട്ടൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഒരു 1 വീക്ക് കൊണ്ട് അല്ലെങ്കിൽ 1.5 വീക്ക് കൊണ്ട് റെഡി ആവും. അപ്പൊ നിങ്ങൾ ആരെയും സെഷൻ ഒന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇനി ആരുടെയെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ആരുടെയും ക്ലാസ് കഴിഞ്ഞു പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലാത്തവരൊന്നും ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടാവില്ല. വാറ്റിന്റെ സൈഡോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങിന്റെ സൈഡോ ഒക്കെ ഏതെങ്കിലുമൊക്കെ ക്ലാസ് ഉണ്ടാവും. എനിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് കിട്ടിയിട്ടില്ല പോർട്ടൽ. നിങ്ങൾ കോൺടാക്ട് ചെയ്തോളൂ, നിങ്ങൾ പറഞ്ഞുതരും. ഓക്കെ, കിട്ടാത്തവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളി. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഡമ്മി പോർട്ടലാണ്. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ടാക്സിന്റെ പോർട്ടലാണ്. അപ്പൊ ആ പോർട്ടലിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു റിയൽ കമ്പനീന്റെ പോർട്ടൽ നമുക്ക് കിട്ടൂലല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ കണ്ടില്ലോ, ഞാനിത് ഒരു റിയൽ കമ്പനീന്റെ പോർട്ടൽ ഞാൻ ചെയ്യുന്നത് ഞാൻ എന്ത് ചെയ്യണേ, ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു റിയൽ കമ്പനീന്റെ എസ്പെഷ്യലി സൗദിയിലെ കേസിലും നമുക്ക് അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും എവിടുന്നും കിട്ടൂല, ആരും തരുമൊന്നുമില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഡമ്മി പോർട്ടൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡമ്മി പോർട്ടൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ ഒക്കെ അടിച്ചു നോക്കിയിട്ട്. അപ്പോൾ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് തരികയാണ്. ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു കമ്പനീന്റെ ഡാറ്റ, അതിന്റെ കോർപ്പറേറ്റ് ടാക്സ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. എത്ര കോർപ്പറേറ്റ് ടാക്സ് വരും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടിക്കലി ആദ്യം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. പേപ്പറിൽ വർക്കൗട്ട് ചെയ്യുക, എത്രയാണ് 20% വരുമ്പോൾ എത്രയാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പോർട്ടലിനകത്ത് വന്നിട്ട് സാധനങ്ങൾ ഫില്ല് ചെയ്യുക.
അപ്പോൾ ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് വർക്ക് ചെയ്തത് ശരിയാണോ, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് പറയണം. സബ്മിറ്റ് ചെയ്ത് അതിനുള്ള മെക്കാനിസം ഒക്കെ എങ്ങനെയാണെന്നുള്ളത് അഡ്മിൻ പറഞ്ഞുതരും. അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ കാണും നിങ്ങൾ കോർപ്പറേറ്റ് ടാക്സ് ആ ക്വസ്റ്റ്യൻ എത്രയാണ്, ആ ക്വസ്റ്റ്യനിൽ നിങ്ങൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്, ആ വർക്കൗട്ട് ചെയ്ത പ്രകാരം നിങ്ങൾ എങ്ങനെയാണ് കോർപ്പറേറ്റ് ടാക്സ് ഫില്ല് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഇവിടെ കാണും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അത് കോർപ്പറേറ്റ് ടാക്സിന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു 1 വീക്ക് കൊണ്ട് കൂടി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ക്ലാസ് കഴിഞ്ഞ ആൾക്കാർക്ക് അവർക്ക് എന്ത് ചെയ്യും, ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയും പോകണമെന്നില്ലല്ലോ, കോൺടാക്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യാം. ക്ലാസ് കഴിയാത്ത ആൾക്കാർക്ക് അറിയാം, ഇനിയുള്ള ദിവസങ്ങളിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കാരണം പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും കോർപ്പറേറ്റ് ടാക്സിന്റെ റിട്ടേൺ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് എല്ലാ മൊമെന്റിലും ഡൗട്ട് വരും. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളിപ്പോൾ പഠിച്ചത്, ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പഠിച്ചത് ഒരു ടോപ്പ് ലെവൽ സ്കില്ലാണ്. ടു ബി ഫ്രാങ്ക്, അത്യാവശ്യം നല്ല പണി അറിയുന്ന ആൾക്കാർക്ക്, KSAയിൽ ഒരു ഓഡിറ്റ് ഫേമിൽ ഇരിക്കുന്ന അത്യാവശ്യം നല്ല പണി അറിയുന്ന ആൾക്കാർക്ക് മാത്രം അറിയുന്ന കാര്യങ്ങളാണ് ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തത്. അതിൽ ഗോസി ആണെന്നുണ്ടെങ്കിലും കോർപ്പറേറ്റ് ടാക്സ് ആണെന്നുണ്ടെങ്കിലും സക്കാത്ത് ആണെന്നുണ്ടെങ്കിലും ഒക്കെ വാറ്റ് സൈഡ് വരെയൊക്കെ ഒരുവിധ ആൾക്കാർക്ക് അറിയുണ്ടാവുള്ളൂ. ഈ ഒരു സൈഡിലേക്ക് അധികം ആൾക്കാർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്, ഒരു പ്ലസ് ആണ്. എവിടെ ആണെന്നുണ്ടെങ്കിലും ഏത് കമ്പനി ആണെന്നുണ്ടെങ്കിലും അവിടെയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു സൈഡ് നിങ്ങൾക്ക് നോളജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ആണ്. കാരണം കംപ്ലീറ്റ്ലി കമ്പനി ഓഡിറ്ററെ ഡിപ്പെൻഡ് ചെയ്ത് കംപ്ലീറ്റ്ലി ഓഡിറ്ററെ കയ്യിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്ന സൈഡിലേക്ക് നിങ്ങൾക്കൊരു ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്ലസ് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സാധനം ഇപ്പൊ അത്യാവശ്യം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു 60 to 70% നിങ്ങളെ കയ്യിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. കാരണം ഒന്ന് കുറേ കാര്യങ്ങൾ ഇൻഫർമേഷൻ കയറിയാണ്. ഒന്നോ രണ്ടോ കാര്യങ്ങളല്ല, ഒരു 10 ദിവസം കൊണ്ട് ഏകദേശം ഒരു 5-6 മാസം എടുത്തിട്ട് പഠിക്കാവുന്ന സാധനങ്ങൾ 10 ദിവസം കൊണ്ട് കയറുകയാണ്. അപ്പോൾ കുറേ നോളജ് വരുമ്പോൾ കുറേ മറന്നു പോയിട്ടുണ്ടാവും, കുറേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ 60 to 70 ഉണ്ടാവുള്ളൂ. പ്ലസ് ഇതിൻ്റെ പോരായ്മകൾ ഉണ്ടാവും, ഞാൻ പറഞ്ഞതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു 10% കുറക്കേണ്ടി വരും. അതും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസിന്റെ കുറവുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു 10% കഴിഞ്ഞ് എല്ലാവർക്കും ക്ലാസ്സിലുള്ള എല്ലാവർക്കും ഒരു 50 to 60% ഒക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, അത് മതി, 50 to 60% മതി. ഇനി ബാക്കി റെഡി ആക്കേണ്ടത് പ്രാക്ടീസിലൂടെയാണ്. കുറച്ച് പ്രാക്ടീസ് ഇതിന് കൊടുത്തു കഴിഞ്ഞാൽ ലൈഫ് ലോങ് നിങ്ങൾ സൗദി അറേബ്യയിൽ എത്ര കാലം ജോലി ചെയ്യുന്നുണ്ടോ, ഇന്ന് തൊട്ട് നിങ്ങൾ ഇനിയിപ്പോൾ സൗദിയിൽ മരണം വരെ ജോലി ചെയ്യണമെങ്കിലും അത്രയും കാലത്തേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളെ കയ്യിൽ ഉണ്ടാവാൻ പോകുന്ന ബെസ്റ്റ് സ്കില്ലാണെന്ത്, കോർപ്പറേറ്റ് ടാക്സിലും സക്കാത്തിലെയും ഗോസിയിലേക്കുള്ള നോളജ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി നിങ്ങളെ കയ്യിൽ നിന്നാണ് സൈഡ് ഇടേണ്ടത്. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് പറഞ്ഞു തന്ന സാധനങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കുറേ ഡൗട്ടുകൾ വരും. അപ്പൊ ആ ഡൗട്ടുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി ആ സമയത്ത് ക്ലിയർ ചെയ്യുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ലൈഫ് ലോങ് ഉള്ള കയ്യിൽ ഉണ്ടാവുന്ന ഒരു സ്കില്ലായിട്ട് വെക്കാം. ഓക്കെ, സോ നമ്മൾ കോർപ്പറേറ്റ് ടാക്സിന്റെ ഫയലിംഗ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫയലിംഗ് 2 കാര്യങ്ങൾ കൂടി പറയാനുള്ളൂ. ഒന്ന് നമ്മുടെ ഗോസിന്റെ കേസാണ്, ഗോസിൽ എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള കേസാണ്. പിന്നെ സക്കാത്തിന്റെ കേസ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പറയാമെന്ന് വിചാരിച്ചത്. സക്കാത്ത് ഈ ഒരു കമ്പനിക്ക് സക്കാത്ത് ഇല്ലാത്തതുകൊണ്ടാണ്, 100% നോൺ സൗദി ആയതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റ്ലി കോർപ്പറേറ്റ് ടാക്സിലേക്ക് പോയത്. ഇപ്പോൾ സക്കാത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡും കൂടി കാണും. അപ്പൊ അത് ഞാൻ അത് വെച്ചിട്ടുള്ള ഒരു കമ്പനീന്റെ കൂടി സൈഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പറയും. പക്ഷെ ചിലപ്പോൾ അത് ഒരു 2 ദിവസം ഡിലേ വരും. കാരണം സക്കാത്ത് ബേസ് ചെയ്തിട്ട് കമ്പനീന്റെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് ചിലപ്പോൾ നമ്മുടെ ഈ സെഷൻ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും പറയാം, ഒരു സ്പെഷ്യൽ സെഷൻ ആയിട്ടായിരിക്കും വെക്കുക. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും. പിന്നെ അതല്ലാത്ത നമുക്ക് പ്രാക്ടിക്കൽ ഫയൽ ചെയ്യാൻ പറയാനുള്ളത് വിത്ത് ഹോൾഡിംഗ് ടാക്സ് ആണ്. ഡെഫിനറ്റ്ലി നമുക്ക് മന്ത്ലി ആവശ്യമുള്ള ഒരു ഫയലിംഗ് ആണ് വിത്ത് ഹോൾഡിംഗ് ടാക്സ്. അപ്പൊ ഇനി നമുക്ക് നാളത്തെ സെഷനിലോടുകൂടി നമുക്ക് 2 പ്രാക്ടിക്കൽ ഫയലിംഗ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഒന്ന് വിത്ത് ഹോൾഡിംഗ് ടാക്സിന്റെ കേസും രണ്ടാമത്തെ ഗോസിന്റെ കേസും. അത് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്ത് കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. നാളത്തോടു കൂടി നമ്മുടെ സെഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോ ബാക്കി എന്തെങ്കിലും ഇനി കേസ് ഉണ്ടോ? നമ്മളിനി അധികം നീട്ടുന്നില്ല, നാളെ വരെ ഉണ്ട്, നാളെ ഡിസ്കസ് ചെയ്യാം. ഇവിടെ തന്നെ ഉണ്ട്, പക്ഷെ ഞാൻ നാളെ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടാ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ടാക്സിന് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? മൊത്തത്തില് കുറെ ആൾക്കാർ മറന്നു പോയിട്ടുണ്ടാവും അല്ലേ? ഈ കോർപ്പറേറ്റ് ടാക്സ് ഇത് ആദ്യത്തെ വർഷമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, അത് പകുതി വെച്ചിട്ടാണ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത വർഷം ലോങ് ഇയർ ആയിട്ട് ചെയ്താൽ മതി എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെയാണ്, അത് ഈ രജിസ്റ്റർ ചെയ്യുന്ന സക്കാത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന നമ്മുടെ ഓപ്പറേഷൻ ഡേറ്റ് ആണോ, എങ്ങനെയാ അതിന്റെ രജിസ്ട്രേഷൻ ആണോ? രജിസ്ട്രേഷൻ. ഇപ്പൊ നമ്മളെ ഈ കമ്പനി അങ്ങനെയാണ്. 2020 ഞാൻ അന്ന് തുടങ്ങിയപ്പോ പറഞ്ഞില്ലായിരുന്നു, 2024 ജൂലൈ 22-നാണ് അവര് രജിസ്റ്റർ ചെയ്തത്. അന്നോട്ട് അല്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം, ഓപ്പറേഷൻ തുടങ്ങി അതിനുശേഷമാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ അത് ഓപ്പറേഷൻ മുമ്പായിട്ട് തന്നെ മസ്റ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യണോ? അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടില്ലേ 30 ഡേയ്സിനുള്ളിൽ രജിസ്ട്രേഷൻ എടുക്കണമെന്നില്ലേ?
30 days ഓപ്പറേഷൻ ആ ഓക്കെ 30 ഡേയ്സ് നമ്മൾ പറഞ്ഞില്ലേ കോർപ്പറേറ്റ് ടാക്സിന്റെ രജിസ്ട്രേഷൻ 30 ഓപ്പറേഷൻ ഡേയ്സ്. തുടങ്ങിയിട്ട് അതെ അതെ 30 ഡേയ്സിനുള്ളിൽ ഓക്കെ ഓപ്പറേഷൻ. ഓക്കെ ഇനിയിപ്പോ ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാലും കോർപ്പറേറ്റ് ടാക്സ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ ആ ഓപ്പറേഷൻ തുടങ്ങി അന്ന് തൊട്ടുള്ള ഡാറ്റ നമ്മൾ എന്തായാലും ഇതിൽ ഫില്ല് ചെയ്യണം. ഐ മീൻ അന്ന് തൊട്ടുള്ള ആ നമ്മുടെ ആ എഫ് എസ് ഉണ്ടാവും. അപ്പൊ പിന്നെ രണ്ടും ആ കണക്കന്നെ. അപ്പൊ ബേസിക്കലി അന്നേരം ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന അതാണ് കണക്ക് കൂട്ടുന്നത് അന്നേരം. അതെ 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 അതെ. ആ. ഓക്കെ. അപ്പൊ ആ ലോങ് ആയിട്ട് ഈ കമ്പനി എങ്ങനെയാണ് ലോങ് ഫയലിംഗ് ആണ്. ഈ കമ്പനി ഫയൽ ചെയ്തിട്ടില്ല ആക്ച്വലി. കമ്പനി ഫയൽ ചെയ്യാൻ വരുന്നത് ഈ ഏപ്രിലിലെ ഫയൽ ചെയ്യാൻ വരുള്ളൂ. ഓക്കെ 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 ഈ ഗോസി ഗോസി ഫോർ എബ്രോഡ് എംപ്ലോയി എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അതിന് അതിന് അങ്ങനെ അടയ്ക്കേണ്ട കാര്യമില്ലെന്നല്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞു അതെ ഗോസി. അപ്പോൾ ഈ എബ്രോഡ് എംപ്ലോയി, അതായത് ലോക്കലായിട്ടുള്ള എംപ്ലോയി തന്നെയാണ് എബ്രോഡായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അദ്ദേഹത്തിനും അടയ്ക്കേണ്ടി വരില്ലേ? ആ വേണം. അതായത് ഒരു സൗദിയാണ് എബ്രോഡിൽ വർക്ക് ചെയ്യുന്നത്, ചെയ്യണം. അപ്പൊ ചെയ്യണം. അപ്പൊ ചെയ്യേണ്ടി വരും അല്ലേ? അത് പിന്നെ കാണിക്കാനും നമ്മൾ രണ്ടാക്കി കാണിക്കണമല്ലോ. ലൈനായിട്ട് രണ്ടെണ്ണം ഇല്ലേ? ഓക്കെ. പിന്നെ ഈ ലാസ്റ്റ് ഇയർ ഇപ്പോൾ ലാസ്റ്റ് ഇയർ ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അത് അടുത്ത ഇതിലേക്ക് അടുത്ത വർഷം കാണിക്കേണ്ടി വരും. ലാസ്റ്റ് ഇയർ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അതിന്റെ ഡിപ്രിസിയേഷൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞ 50% എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഇയർ ഡിസംബറിലാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് വെച്ചു. അപ്പോൾ ഒരു മാസത്തേ ഉള്ളൂ. ഒരു മാസം അതും 50% കാണിക്കാൻ അതും പറ്റുള്ളൂ. 50%. ഇവിടെ അങ്ങനെ മന്ത്ലി ഒന്നുമില്ല. ടോട്ടലി നമ്മൾ ആ വർഷം പർച്ചേസ് ചെയ്തതിന്റെ 50% നമുക്ക് കിട്ടുള്ളൂ. അത് ചിലപ്പോൾ ഡിസംബറിലായിക്കോട്ടെ, ഇനിയിപ്പോൾ ജനുവരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ജൂലൈ ആയിക്കോട്ടെ, ആ വർഷം പർച്ചേസ് ചെയ്താണെങ്കിൽ 50% കിട്ടുള്ളൂ. അപ്പോൾ 50% ഡിപ്രിസിയേഷൻ നമുക്ക് നഷ്ടപ്പെടും. അതെ, നഷ്ടപ്പെടില്ല. അടുത്ത വർഷത്തേക്ക് അത്, കാരണം ഈ വർഷം അത് 50% പെടുകയാണെങ്കിൽ അടുത്ത വർഷം അത് ടോട്ടൽ ഗ്രൂപ്പിന്റെ കൂടെ ചേരും. അപ്പൊ അടുത്ത വർഷം ബാക്കിയുള്ളതും കൂടി കിട്ടും. ഓക്കെ, നഷ്ടപ്പെടില്ല. പിന്നെ ഈ റിലേറ്റഡ് പാർട്ടി ഇപ്പോൾ എബ്രോഡ് ആണെങ്കിൽ അല്ലെ മറ്റേ ഇത് ട്രാൻസ്ഫർ പ്രൈസിങ് ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട്. ട്രാൻസ്ഫർ പ്രൈസ് കാണിക്കേണ്ടതുണ്ട് അങ്ങനല്ലേ പറഞ്ഞ? പക്ഷെ അത് ലോക്കലി ആണെങ്കിലോ? ലോക്കലി ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിന്റെ റൂൾ വളരെ കുറവാണ്. ലോക്കലി ഉണ്ടാവാറില്ല. റിലേറ്റഡ് പാർട്ടി ഈ ട്രാൻസ്ഫർ പ്രൈസിങ് മറ്റേ റിലേറ്റഡ് പാർട്ടിക്ക് ഇവിടെ ഒക്കെ കാണിക്കണം. അത് ലോക്കലി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോണിന്റെ കേസ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കണം. ഇവിടെ ട്രാൻസ്ഫർ പ്രൈസിങ് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു MNC ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ കാണിച്ചാൽ മതി. ലോക്കലി ആണെങ്കിൽ അതൊരു വിഷയമല്ല അപ്പോൾ? ഇല്ല. ഓക്കെ ഓക്കെ. ഞങ്ങൾക്ക് ഒരുപാട് 10-18 കമ്പനി ഉണ്ടാക്കുന്നത് പറഞ്ഞു. മനസ്സിലായി. ഓക്കെ, ശരിയാണ്. ഓക്കെ. ഈ അസറ്റ് ഡെഫേർഡ് ടാക്സിന്റെ സൗദിയിൽ അസറ്റിന്റെ കേസ് മാത്രമേ വരുന്നുള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഡെഫേർഡ് ടാക്സ് അസറ്റിൽ ഡിപ്രീസിയേഷന്റെ ചേഞ്ച് കൊണ്ടാണ് കാര്യമായിട്ട് ഡെഫേർഡ് ടാക്സ് വരിക. ഇനിയിപ്പോ വേറൊരു കേസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഫൈനിന്റെ കേസ് ഉണ്ടല്ലോ, നമ്മൾ ഫൈന് പെനാൽറ്റി പറഞ്ഞല്ലോ. ഇപ്പൊ ഫൈന് പെനാൽറ്റി നമ്മുടെ ബുക്കിനകത്ത് ഫൈന് പെനാൽറ്റി നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് വരുന്ന സമയത്ത് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, ആഡ് ബാക്ക് ചെയ്യണം. അപ്പൊ ഈ ഫൈന് പെനാൽറ്റി മൂലം നമ്മുടെ കോർപ്പറേറ്റ് ടാക്സിന്റെ പ്രോഫിറ്റിലും നമ്മുടെ ബുക്സിന്റെ പ്രോഫിറ്റിലും ഒരു ചേഞ്ച് ഉണ്ടാവും അല്ലേ? ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. ഓരോരുത്തർ പ്രോഫിറ്റ് കൂടും ചെയ്യും, ഓരോരുത്തർ പ്രോഫിറ്റ് കുറയും ചെയ്യും. അപ്പോൾ നമ്മളിപ്പോ ഫൈന് ഓരോരുത്തർ കൂട്ടി കാണിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ നമ്മുടെ എക്സ്പെൻസ് കുറയുകയും നമ്മുടെ പ്രോഫിറ്റ് കൂടുകയും അവിടെ നമ്മൾ ടാക്സ് കൂടുതൽ വരികയും ചെയ്യും. ഒരു ഉദാഹരണത്തിന് ഇപ്പൊ ഈ ഫൈന് നമ്മൾ കോർപ്പറേറ്റ് ടാക്സിൽ അപ്പൊ അത് മൂലം എന്ത് ചെയ്യും, നമ്മളെ ടാക്സ് കൂടുതലായി. കാരണം കോർപ്പറേറ്റ് ടാക്സിൽ നമ്മളെ എക്സ്പെൻസ് കൂടുതലാണ്, പ്രോഫിറ്റ് കൂടുതലാണ്, ടാക്സും കൂടുതലാണ്. എന്നാൽ അതേ സ്ഥാനത്ത് ബുക്സിൽ നമുക്ക് ഫൈൻ എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യുന്നതുകൊണ്ട് കൂടി തന്നെ ബുക്സിൽ നമ്മളെ പ്രോഫിറ്റ് കുറവായിരിക്കും, ടാക്സും കുറവായിരിക്കും. ഓക്കെ. അപ്പൊ ഈ രണ്ട് ചേഞ്ചും പോകാൻ കാരണം എന്ത് ചെയ്യും, നമുക്ക് ഡെഫേർഡ് ടാക്സ് ഉണ്ടാവും. കാരണം ഓരോരുത്തർ നമ്മൾ ടാക്സ് കൂടുതൽ ഇത് പക്ഷേ നമുക്ക് ഇത് പിന്നെ ക്ലെയിം ചെയ്യാൻ പറ്റുന്നതല്ലോ. അല്ല, ഇത് തിരിച്ചു വരത്തില്ലല്ലോ. ഡെഫേർഡ് ടാക്സ് ഉണ്ടാവാൻ രണ്ട് റീസൺസ് ഉണ്ട്. ഒന്ന് പെർമനന്റ് ചേഞ്ചസും ടെമ്പററി ചേഞ്ചസും. ഈ ഡിപ്രീസിയേഷൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ടെമ്പററി ചേഞ്ച് ആണ്. കാരണം നമ്മൾ കോർപ്പറേറ്റ് ടാക്സിൽ ഒരു പെർസെന്റേജ് ഡിപ്രീസിയേഷൻ എടുക്കുന്നു, അക്കൗണ്ട്സിൽ വേറെ ഡിപ്രീസിയേഷൻ എടുക്കുന്നു. പക്ഷേ അത് രണ്ടും എന്ത് ചെയ്യും, ഡിപ്രീഷിയേറ്റ് ചെയ്ത് പോകും. ഓരോരുത്തർ ചിലപ്പോൾ കുറച്ച് കൂടുതൽ മുന്നേ എടുക്കുന്നു, ഓരോരുത്തർ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുന്നുള്ളൂ. പക്ഷെ ഫൈന് പെനാൽറ്റി കിട്ടുന്നു, ഓരോരുത്തർ കിട്ടൂല. അത് പെർമനന്റ് ചേഞ്ച് ആണ്. ആ ചേഞ്ച് മൂലം വരുന്ന ഡെഫേർഡ് ടാക്സ് അവിടെ തന്നെ കിടക്കും. അങ്ങനെ തന്നെ അത് പിന്നെ വരത്തില്ലല്ലോ, അത് കവർ ചെയ്യത്തില്ലല്ലോ. ഇല്ല. ഈ കേസിലൊക്കെ ഡെഫേർഡ് ടാക്സ് വരും.
ഹലോ സാറേ, സാറേ ഒരു ഇതിനകത്ത് കുറച്ച് ക്ലാസ് മിസ്സായി. ഞാൻ റിയാദിൽ ഒരു കമ്പനിയുടെ ആവശ്യമായിട്ട് പോയിരുന്നു, അതുകൊണ്ട് എനിക്ക് മിസ്സായി. ഇപ്പൊ അതുകൊണ്ട് ചെറിയ ഒരു ഇതൊക്കെ ഉണ്ട്. ഓക്കെ അത് ഞാൻ വീഡിയോ കാണാൻ സമയമുള്ളപ്പോൾ, കാരണം ഇപ്പൊ ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ആയി, കാരണം വേറെ കുറച്ച് വിഷയമായിട്ട് പോയത്. അപ്പൊ എനിക്ക് ഇതിനകത്ത് ഇപ്പം വേറൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ ഡൗട്ട് മീൻസ് ഞങ്ങളുടെ കമ്പനി ഇപ്പൊ LLC ആയി. LLC ആയപ്പോഴത്തേക്കിന് എന്നോട് ചോദിച്ചു അതിന്റെ ഇനി ഫർദർ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന് അറിയാവോ എന്ന് ചോദിച്ചായിരുന്നു. ഞാൻ പറയാന്ന് പറഞ്ഞു, വൈകിട്ട് പറയാന്ന് പറഞ്ഞു. അത് LLC ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ മാറ്റേണ്ടത്? പിന്നെ അടുത്ത കോർപ്പറേറ്റ് ഇതായിരുന്നു നമ്മുടെ കമ്പനി 100% ഫോറിൻ കമ്പനിയാണ്. അപ്പോൾ നമ്മൾ LLC ആയി മാറിക്കഴിഞ്ഞാൽ അതിനകത്ത് വേറെ അക്കൗണ്ട്സിലോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒഫീഷ്യലി എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഒഫീഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് ക്യാപിറ്റലും ഇതിലൊക്കെ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ വരുത്തിയില്ല. അതായത് LLCക്ക് മിനിമം റിക്വയർമെന്റ് ആയിട്ടുള്ള ചേഞ്ചും കാര്യങ്ങളും അതൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? ഇല്ല, ചെയ്തിട്ടില്ല. LLCകളാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു റിക്വയർമെന്റ് ഒക്കെ ഉണ്ട്. ക്യാപിറ്റൽ മിനിമം റിക്വയർമെന്റ് അല്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ ക്യാപിറ്റലും പാറ്റേണിലൊക്കെ മിനിമം റിക്വയർമെന്റ് കാര്യങ്ങൾ. മിനിമം റിക്വയർമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ടിലെ കേസ് അല്ല കേട്ടോ, എങ്ങനെ വെക്കണം എന്നുള്ളതിന്റെ ഒരു റിക്വയർമെന്റ്. അതേപോലെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് ഗവേണൻസ്, അതൊക്കെ മീറ്റിംഗ് ചാർട്ടും കാര്യങ്ങളും അതൊക്കെ റെഡിയാക്കണം. ഓക്കെ, LLC ആവുന്ന സമയത്ത് നമുക്കൊരു മീറ്റിംഗ് ഷീറ്റും കാര്യങ്ങളും ഇതൊക്കെ വേണം. അതുപോലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഇപ്പൊ ഉണ്ടാവില്ലല്ലേ, AOA ഇല്ലേ നിങ്ങളെ കമ്പനിക്ക്? AOA ഇല്ലേ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന്? അതെന്താണ് സംഭവം എനിക്കറിയില്ല. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു നമ്മൾ കമ്പനി എന്താണോ ചെയ്യുന്നത് അതിന്റെ കാര്യങ്ങളൊക്കെ റിലേറ്റഡ് AOA ക്രിയേറ്റ് ചെയ്യണം. AOA ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു LLC ആക്കിയ സമയത്ത് അവർ AOA ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ AOAയിൽ നിങ്ങൾ എന്തെങ്കിലും ഈ ബിസിനസ്സിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ട്, ഇപ്പൊ LLC ആക്കിയ സമയത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടല്ലോ, അതൊക്കെ അപ്ഡേറ്റഡ് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ എന്താ, ഓണർഷിപ്പ്, ഫോറിൻ ഓണർഷിപ്പ് ഉണ്ട് എന്നല്ലേ പറഞ്ഞു നിങ്ങള്? ഇത് ഫോറിൻ ഓണർഷിപ്പ് അല്ല, ഇത് 100% ഒരു ഫോറിൻ കമ്പനിയാണ്. മനസ്സിലായി. ഇത് കൊറിയയിലാണ്. ഇതിന്റെ കൊറിയയിലുണ്ട്, കുവൈറ്റിലുണ്ട്, ഖത്തറുണ്ട്. ഇത് 6-7 രാജ്യങ്ങളിൽ ഉള്ള കമ്പനിയാണ്. അതിന് സൗദി ഒരു ബ്രാഞ്ച് മാത്രമാണ്. ഇപ്പൊ സൗദി ബ്രാഞ്ച് LLC ആക്കി. അപ്പോഴാ LLC ഇപ്പൊ ആക്കുമ്പോ റീറ്റേൺ ഏണിങ്, പിന്നെ നമ്മളിപ്പോ ചെയ്ത ക്യാപിറ്റൽ റീറ്റേൺ ഏണിങ്, പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്, ഇങ്ങനെ 3 എണ്ണം ഉള്ളത് ക്യാപിറ്റൽ അണ്ടറിൽ. അതിനകത്ത് എന്തെങ്കിലും വെക്കേണ്ട എന്തെങ്കിലും മാറ്റങ്ങളോ എല്ലാം ഉണ്ടാവുമോ? അത് അതിന്റെ ആ ക്യാപിറ്റലിന്റെ സ്ട്രക്ചർ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കാണ്ടി, ഈ AOA പ്രകാരം എല്ലാ സ്ട്രക്ചറുകൾ ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്താണ്ടി കറക്റ്റ് അല്ല. എനിക്ക് തോന്നുന്നത് LLC ആക്കിയ ആൾക്കാർ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തന്നെ ആയിരിക്കും LLC ആക്കിയിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ ചെയ്യാൻ പക്ഷെ പറ്റും. ഞാൻ ആ ഓഡിറ്ററൊക്കെ മെയിൽ ചെയ്ത് കൊടുത്തായിരുന്നു, അതിന്റെ പുതിയ CR ഒക്കെ. താങ്ക്സ് എന്ന് പറഞ്ഞു. പിന്നെ അത് ഇനി നമ്മളിപ്പോ എങ്ങനെയാണ് ഇത് ഇനി വെക്കേണ്ടതെന്ന് ഓഡിറ്റർ പറഞ്ഞു തരുമോ? അതോ ഓഡിറ്റർ പറഞ്ഞിട്ടുണ്ടാണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും പറയൊന്നുമില്ല. പക്ഷെ ബാക്കിയുള്ള ചേഞ്ചുകളൊക്കെ അവർ വരുത്തിയിട്ടുണ്ടാവും. AOയിലും കാര്യങ്ങളിലൊക്കെ അവർ ചേഞ്ച് വരുത്തിയിട്ടുണ്ടാവും. അത് ഇതെവിടെ ചെക്ക് ചെയ്യാൻ പറ്റും? AOA ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നിങ്ങൾ LLC ചെയ്ത അവരോട് ചോദിച്ചാൽ മതി, അവര് തരും. AOA തരും. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ അല്ലേ? AOA അതിനകത്ത് വിശദമായിട്ടെല്ലാം കാണുമോ? ഉണ്ടാവും. അതിനകത്ത് നിങ്ങളെ ഷെയറിന്റെ പാറ്റേൺ, LLCന്റെ പാറ്റേൺ, എന്തൊക്കെയാണ് കാര്യങ്ങൾ, ബാങ്ക് ആരാ ഡീൽ ചെയ്യേണ്ടത്, ബാങ്കിന്റെ ഡീറ്റെയിൽസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതാടുത്ത് ചോദിക്കണം. അത് കിട്ടണമെങ്കിൽ LLC ചെയ്ത ആൾക്കാരെ അടുത്ത് ചോദിച്ചാൽ മതി. അപ്പോഴത് തരാൻ പറയാം. അപ്പോഴതിനകത്ത് ഇത് എന്തൊക്കെയാണ് ചെയ്യേണ്ടതിന്റെ പ്രൊസീജിയർ അതിനകത്ത് കാണുമല്ലയോ? പ്രൊസീജിയർ ആയിട്ടുണ്ടാവില്ല. നിങ്ങളെ കമ്പനീന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസുകൾ എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതനുസരിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ മാറ്റിയിരിക്കണോ എന്നുള്ളത് പിന്നെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ. അതിനകത്ത് ക്യാപിറ്റൽ എത്ര വേണോ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അതെ ഒക്കെ അതിനകത്തുണ്ടാവും. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര വേണ്ടത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എത്ര ആക്കേണ്ടത് എന്നൊക്കെ അതിനകത്തുണ്ടാവും. അതന്നെ എല്ലാ അക്കൗണ്ട്സിൽ ഒക്കെ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ അത് ചോദിക്കട്ടെ. എനിക്ക് റെക്കോർഡഡ് വീഡിയോ കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ. അഡ്മിൻ കണക്ട് ചെയ്തില്ല നിങ്ങളെ? ഇല്ല, ആയിട്ടില്ല. അത് ഇന്ന് ഞാൻ നോക്കിയിട്ട് പറ്റിയില്ല. അല്ല, അവർ അവിടുന്ന് കണക്ട് ചെയ്തോ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്തോ? ഇല്ല കണക്ട് ചെയ്തില്ല. ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി. ഓക്കെ, സോ നാളെ കാണാം. ബൈ. ആയിക്കോട്ടെ.